ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു അംബ്രല്ല ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. കൂടുതൽ മെഷർമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഈ ഒരു ഫ്രോക്കിന്. ഇതൊരു ഒറ്റ പീസിലാണ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും വേണ്ട, ഫ്രീ സൈസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ അളവുകളൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഷോൾഡർ, സ്ലീവ്സ്, അതുപോലെ തന്നെ ചെസ്റ്റ്, വേസ്റ്റ് ഇങ്ങനത്തെ അളവുകളൊന്നും വരുന്നില്ല. നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു അംബ്രല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഫാബ്രിക് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതുപോലൊരു A4 സൈസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാനൊരു A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് നമ്മുടെ വിഡ്ത്തായിരിക്കും, ഫാബ്രിക്കിൻ്റെ വിഡ്ത്താണ് ഈ ഒരു ഭാഗം വരിക. ലെങ്ത്തായിട്ട് ഈ ഒരു ഭാഗത്താണ് വരിക. പിന്നെ നമ്മൾ 1 മീറ്റർ 2 മീറ്റർ വാങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ വിഡ്ത്ത് എപ്പോഴും 44 ഇഞ്ചസ്, 50 ഇഞ്ചസ്, മാക്സിമം 58 ഇഞ്ചസ് ആണ് കേട്ടോ വിഡ്ത്തായിട്ട് വരിക. വിഡ്ത്ത് നമുക്ക് കൂട്ടാൻ ഇങ്ങനെ പറ്റില്ല, പക്ഷേ ലെങ്ത്ത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോങ് വിഡ്ത്തിലുള്ള ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് ഒറ്റ പീസിൽ ഈ ഒരു അംബ്രല്ല കട്ട് കിട്ടണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ താഴെ കഷ്ണമൊക്കെ വെച്ചിട്ട് വേണ്ടി വരും ചെയ്തെടുക്കാനായിട്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു 44 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക് കൊണ്ട് നമുക്കൊരു 20 ഇഞ്ചസൊക്കെ നമുക്ക് ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ലെങ്ത്ത് കൂടിയാൽ നമുക്ക് ബിഗ് സൈസിൽ ചെയ്യാനാണെങ്കിൽ ഈ ഒരു 58 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഒറ്റ പീസിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ടിങ് വരും കേട്ടോ. അപ്പോൾ കട്ടിങ് ഇല്ലാതെ ചെയ്തെടുക്കാനായിട്ടാണ് ഈ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ചെറിയ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1.5 മീറ്ററാണ് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ 1.5 മീറ്ററിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമലായിട്ട് മടക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യാനായിട്ടാണ് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോർണർ ഭാഗം പിടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് മടക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ കോർണർ ഭാഗം പിടിച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കിയെടുക്കേണ്ടത്. താഴെ ഭാഗത്ത് ഇത്ര ബാക്കി വരുന്നത് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇപ്പോൾ മടക്കിയെടുത്തില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ഒറ്റ പീസ് നമ്മൾ അംബ്രല്ല കട്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസ് ഈ ഒരൊറ്റ ഇതിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പം ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പം ഒരു 5 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ 26 ഇഞ്ചസ് ആയിരിക്കും നമുക്ക് ലെങ്ത്തായിട്ട് വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസിനും കൂടി കൂട്ടണം. അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. 3 വയസ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 ഇഞ്ചസ് ആയിരിക്കും വേണ്ടി വരിക ലെങ്ത്ത് ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം അവിടെ മെഷർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 5 വയസ്സായ കുട്ടികൾക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അത് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് 3 ഇഞ്ചസൊക്കെ മതിയാവും കേട്ടോ. അത് നമ്മൾ കറക്റ്റായി നോക്കിയിട്ട് അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്തില്ലേ, അതിന് ശേഷമാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലെങ്ത്ത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ലീവ്സിനും കൂടെ മാർക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്ലീവ്സ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ലീവ്സ് അല്ല വരുന്നത്. സ്ലീവ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹോള് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള 26 ഇഞ്ചസും അതിലേക്ക് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് കിട്ടുന്നൊരു സംഖ്യ ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലീവ്സിൻ്റെ ഒരു ഗ്യാപ്പ് എത്രയാണ് വരുന്നത് നോക്കാം. സ്ലീവ്സിന് വേണ്ടിയിട്ട്
നമ്മുടെ ഷോൾഡർ മുതൽ കുട്ടികളുടെ കൈമുട്ട് വരെ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ സ്ലീവ്സ് ആയിട്ട് വരുന്നത്. അത് ഞാനിവിടെ ഒരു 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ്സിൻ്റെ ഒരു ഹോളായിട്ട് ഒരു കർവിലാണ് കേട്ടോ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കർവിൻ്റെ വിടുത്തായിട്ട് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ ഈ ഒരു 3 ഇഞ്ച് വരുമ്പോൾ നമുക്ക് ടോട്ടൽ 6 ഇഞ്ചസ് കിട്ടും. അപ്പോൾ അത്രയും മതി കേട്ടോ. അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ അതിന്. ഇനി നമുക്ക് ഈ ഒരു 26 ഇഞ്ചസിൽ നമ്മൾ മാർക്ക് ചെയ്ത ഫുൾ ലെങ്ത്ത് ഇതുപോലെ റൗണ്ടിലായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് അംബ്രല്ല കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക കേട്ടോ. ചെറിയൊരു കർവായിട്ട് താഴെ ഭാഗമാണ് അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മെഷർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെയും സ്ലീവ്സിൻ്റെയൊക്കെ ഒരു ഭാഗം മാർക്ക് ചെയ്തതൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ട് കിട്ടുക. ഇതുപോലെ 2 പീസ് ഇങ്ങനെ ജോയിൻ ആയിട്ട് വരുന്ന ഒറ്റ പീസിലാണ് വരിക. ഇതിൽ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ജോയിൻ ആയിട്ടായിരിക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴേക്ക് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഷോൾഡർ മുതൽ ആ സ്ലീവ്സിൻ്റെ ഹോള് വരെ വരുന്നതാണ് കേട്ടോ. സ്ലീവ്സിന് ഒരു ചെറിയൊരു ഹോളാണ്, നമ്മൾ കൈയെടുക്കാനുള്ളൊരു ഹോള് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ അത് ഒറ്റ പീസിലല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ സ്ലീവ്സിൻ്റെ ഹോള് മാത്രം എക്സ്ട്രാ പീസ് വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്കാക്കിയിട്ട് കൂട്ടിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഈ സൈഡ് തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ഹോള് എക്സ്ട്രാ പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴെ അംബ്രല്ല കട്ടാക്കിയിട്ടും അങ്ങനെയും മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് പാറ്റേൺ. ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിൽ സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവ്സിൻ്റെ ഹോള്, നെക്കിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്കിലും സ്ലീവ്സിൻ്റെ ഒരു ഹോള് വരുന്നില്ലേ, അവിടെയൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറിയും കൂടി ചെയ്തെടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.